ഹായ് മക്കളെ, നമുക്കിന്നൊരു പുതിയ ഐറ്റം 4 മണിക്ക് കഴിക്കാൻ പറ്റിയൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ പറയാം. ഇത് കണ്ട, ഇതും ഇപ്പി മാഗി നൂഡിൽസ് 2 എണ്ണം ഉണ്ട്. 2 എണ്ണം. അതിൻ്റെ പൊടി അതിൻ്റെ പൊടി ഇതിനകത്തോട്ട് ഇടുന്നു. 2ൻ്റെയും പൊടി ഇടണം കേട്ടോ. ഒന്നിട്ടു 2 കവറുണ്ട്. 2 കവർ പൊടി. അത് മാഗി ചെറുതായിട്ട് പൊടിക്കണം. അതിൻ്റെ പൊടി 2 വിട്ട്. കൂട്ടത്തിൽ വേണ്ടത് സബോള, 1 സബോള, 2 കൊച്ചു തക്കാളി, 2 പച്ചമുളക്. 2 അല്ല, ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ 2 പച്ചമുളകിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അതിന് വേണ്ട മെയിൻ സാധനം 2 മുട്ട. 2 തരളുകൊണ്ട് 3 ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ട അതിൻ്റെ ഉണ്ണി കണ്ടല്ലോ. ഇനി നമുക്ക് അടുപ്പിലോട്ട് ഇത് വെച്ചിട്ട് ദോശക്കല്ല് വെച്ച് അവത്തിലുണ്ടാക്കാം. അതിന് മുമ്പായിട്ട് ഈ സാധനങ്ങളെല്ലാം ഇതിനകത്തോട്ട് ഓരോന്നായിട്ട് ഇടുന്നു. കണ്ടല്ലോ, ഇടുന്നത് നിങ്ങൾ നോക്കിക്കോണം. അതിട്ടു, തക്കാളി ഇട്ടു, പച്ചമുളക് ഇട്ടു. എല്ലാം ഇട്ടു. അതിനുശേഷം നമ്മുടെ മുട്ട ഇതിനകത്തോട്ട് ഒഴിക്കുന്നു. 3 മുട്ട ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കണം. ഇത് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം മസാലയൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. മുട്ടയൊക്കെ നല്ല സൂപ്പറായിട്ടായിരുന്നു ഇളക്കണം. നിങ്ങൾ നോക്കിക്കോണേ. ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ടത്തേക്ക് അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. അവർക്ക് മാഗി തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന മാഗി തന്നെ ഇല്ലേ ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങളൊന്ന്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, കൂടാതെ കമൻറ്റ് ഇടണം കേട്ടോ. സാധനമൊക്കെ ഇട്ട് നമ്മുടെ സാധനം ഇത് ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ല ഇത് കാണുമ്പോൾ ഇത് കഴിക്കാൻ എങ്ങനെയായിരിക്കുമെന്ന്. നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാകട്ടെ. നല്ല സുന്ദര സാധനമാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒന്നുകൂടെ പറയാം. 2 മാഗി ചെറുതാക്കി പൊടിച്ചെടുക്കണം. 1 തക്കാളി, ഞാൻ കൊച്ചു തക്കാളി കൊണ്ട് 2 എണ്ണം ഇട്ടിട്ടുണ്ട്. 1 സബോള, 2 പച്ചമുളക്. കുഞ്ഞുങ്ങൾക്ക് എരിവ് വേണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളക് ഇട്ടാലും കുഴപ്പമില്ല. ഇതിൻ്റെ മസാലയുണ്ട്. ഇതിൻ്റെ മസാലയും കൂടി ഇട്ട് ഇളക്കി നല്ല കുട്ടപ്പനാക്കി എടുക്കുക ഇനി നമുക്ക് ഇവനെ ഇച്ചിരി എണ്ണ ദോശക്കല്ലിലോട്ട് ഒഴിച്ച് ഇത് വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നില്ല കഴിക്കാൻ. ഇച്ചിരി എണ്ണ നമ്മുടെ ദോശക്കല്ലിലോട്ട് ഒഴിക്കുന്നു. കറണ്ടില്ല കേട്ടോ, കറണ്ടില്ലാത്തതുകൊണ്ട് എണ്ണ ഒഴിച്ചു. നമ്മൾ ചുറ്റുന്നു. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഇവനെ അങ്ങോട്ട് കോരി ഇടുവാണ്. കണ്ടോണേ, ചെറുതാക്കി എടുക്കാം കേട്ടോ. ചെറുതാക്കി എടുക്കാം. നോക്കണേ. എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോ. ചെറുതാക്കി മൂപ്പിച്ച് വരുന്നതേ ഉള്ളൂ. മൂക്കട്ടെ, നിങ്ങളെ കാണിച്ചു തരാം. മൂത്ത് വരുന്നതേ ഉള്ളൂ. നല്ലൊരു സ്നാക്സാണ്. നിങ്ങൾക്കും ഉണ്ടാക്കാം. സൈഡൊക്കെ മൂത്ത് വരുന്നതേ ഉള്ളൂ. ഇവനെ ഒന്ന് ഇളക്കി വെച്ചിരിക്കുവാണ്. അടുത്തതുണ്ട്. അടുത്തത് റെഡിയാണ് ഉണ്ടാക്കാൻ. ഇത് നമുക്ക് പതുക്കെ നോക്കട്ടെ, മറിച്ചിടാവോ നോക്കട്ടെ. ആയില്ല, ആയി വരുന്നു. ഇളകുന്നുണ്ട്. കൊള്ളാമെങ്കിൽ പറയണം. ഇളക്കിയിട്ടത് നമുക്ക്. ആഹാ മക്കളെ, പാത്രം എടുത്തുകൊണ്ട് വരാൻ. മൂക്കുന്നുണ്ടേ. ഇപ്പം വരാം.
ആ ദേ മൂത്തിട്ടുണ്ട്, എടുക്കുന്നു. അതിൻ്റെ പുറത്തേക്ക് നമുക്കൊരു ശകലം ടൊമാറ്റോ സോസ് ഒഴിക്കാം. നോക്കിക്കോണേ പിന്നെ എങ്ങനെയുണ്ടെന്ന്. ദേ ടൊമാറ്റോ സോസും കൂടെ ഒഴിക്കുമ്പോൾ ഇവന് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയൂ. ദേ കഴിച്ച് കാണിക്കാം. കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല സാധനമാണ്. ഉൾക്കാച്ച് സൂപ്പർ, അടിപൊളി. നിങ്ങൾ ഇത് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. അതെന്തോ ടേസ്റ്റാ. ആഹാ പൊളിയായിട്ട് അതെ. ഇത് കണ്ട സോസ് മുക്കി കഴിക്കണം. കണ്ട സൂപ്പർ. ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. കിടുക്കാക്കുക, അടിപൊളി. നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് കമൻ്റ് ഇടണം. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന്, കൊള്ളത്തില്ലെങ്കിൽ കമൻ്റ് ഇട്ടു, കുഴപ്പമില്ല. പക്ഷെ കൊള്ളാമെന്ന് കമൻറ്റ്, നിങ്ങൾ കൊള്ളാമെന്ന് കമൻറ്റേ വരുള്ളൂ. കണ്ടാ കിടുക്കാച്ചി, സൂപ്പർ സൂപ്പർ സൂപ്പർ. ആഹാ